Adam, ഇതെന്തൊരു സെറ്റപ്പ്? ഇതെന്തൊരു സെറ്റപ്പ്? ഇതാ ഇവര് കസാര മറച്ചിട്ടിട്ട് ഈ തുണി വെച്ചതാ കൂടാരം. എവിടെയാ നിന്നെ കാണാനല്ലോ. നമുക്ക് വേറെ കൂടാരം ഉണ്ടാക്കി തരണ. നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ പോവാം കൂടാരം ഉണ്ടാക്കാനുള്ളത്. ഓക്കെ, എലി മാളത്തിന്ന് വരണ പോലെയുണ്ട്. അപ്പൊ നമ്മള് കടയിൽ പോയിട്ട് കുറച്ച് പൈപ്പും എൽബോയും ഒക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ട്. പാദം പെണ്ണുണ്ടാക്കാം. അപ്പൊ ചക്കൻ ഭയങ്കര ആവേശത്തിലാണ്. അപ്പൊ നമുക്ക് ടെന്റ് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം നമുക്ക് എന്തൊട്ട് ചെയ്യണ്ടെന്ന് അറിയോ? ഇതിന്റെ ബേസ്മെന്റ് ഉണ്ടല്ലോ, ബേസ്മെന്റ് അളന്ന് മുറിച്ചെടുക്കണം. അപ്പൊ നമുക്ക് ഇത് മുറിച്ചെടുക്കാം. ഇതൊന്നും മുറിയാത്ത മുറിച്ചെടുക്കാം. പാദം നമ്മളപ്പോ 6 പൈപ്പ് വെട്ടിയെടുത്തിട്ടുണ്ട്. ആ പൈപ്പ് നമുക്ക് ഉപയോഗം വരും. നമ്മള് ഇനി ബേസ്മെന്റ് ഉണ്ടാക്കാം. ഈ 6 വെച്ച് നമുക്കേ ഇതൊരു ഹെക്സഗണൽ ഷേപ്പിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ ഇത് ഓരോന്നും 45 ഡിഗ്രി നമുക്ക് വളച്ചെടുക്കണം. അതിനിപ്പോ എന്തൊട്ട് ചെയ്യാം? എങ്ങനെ? അപ്പൊ അതുകൂടിയില്ലേ, നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് ഇവിടെ ഉണ്ടല്ലോ, ചൂടാക്കിയിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ വളയ്ക്കാം. ഓക്കെ, അതും അപ്പൊ നമ്മളിനി തീ വെച്ചിട്ടുള്ള കളിയാണ്. തീ വെച്ചിട്ടുള്ള കളി കളിക്കുമ്പോ എന്ത് സൂക്ഷിക്കണം? അതായത് അപ്പൻ ഉണ്ടെങ്കിൽ മാത്രമേ തീ വെച്ചിട്ട് കളിക്കാൻ പാടുള്ളൂ. ഇത് പതുക്കെ ഇങ്ങനെ ചൂടാക്കിയിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് കണ്ടോ, സിമ്പിളായിട്ട് വളഞ്ഞതാണ്ടോ? കണ്ടോ, അങ്ങനെ സിമ്പിളായിട്ട് വളഞ്ഞില്ലേ? ഇതേപോലെ നമുക്ക് അല്ലാതെ വളച്ചെടുക്കാം. കറക്റ്റായിട്ട് ഇങ്ങനെ വരും. കണ്ടോ, ഇതേപോലെ കൈ പോയാ. അപ്പൊ നമുക്ക് അല്ലാതെ ഇതേപോലെ വളച്ചെടുക്കാം. ഇപ്പൊ നമ്മള് ബേസ്മെന്റ് ഉണ്ടാക്കി ആദ്യം. പക്ഷെ നമ്മള് ഷഡ്ഭുജ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഷഡ്ഭുജ ആകുമ്പോ ഒരുപാട് വലിപ്പം കൂടുന്നതുകൊണ്ട് നമ്മളത് പഞ്ചഭുജ ആക്കി മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഇതിങ്ങനെ ഓരോ ജോയിന്റും ഇങ്ങനെയാണ് വരണത്. ഒരു സൈഡ് സ്ട്രൈറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ഇനി പശ വെച്ച് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ വേനലവധി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ പിള്ളേരെല്ലാവരും കളിക്കാനായിട്ട് ഇറങ്ങി തുടങ്ങി. ഭൂരിപക്ഷം പിള്ളേരും ടി വിയും കണ്ട് മൊബൈലിൽ നോക്കിയിരിക്കുകയാണ്. എല്ലാം പിള്ളേരില്ല കേട്ടോ. എൻ്റെ മോൻ ടി വിയും കണ്ടിരിക്കുകയാണ് മൊബൈലിൽ നോക്കിയിട്ട്. ഒന്നാമത്തെ ചൂടാണ്, പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ പറ്റണില്ല. പിന്നെ പിള്ളേർ എന്ത് ചെയ്യും? അപ്പോൾ ഇവൻ എന്ന് വെച്ചാൽ നല്ല രസമാണ്. ടി വി കാണുമ്പോൾ എന്നെ അങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കസാരയൊക്കെ മറച്ചിട്ടിട്ട് അതിൻ്റെ മേലെ ഒരു തുണിയൊക്കെ ഇട്ടിട്ട് ഒരു ടെൻ്റ് പോലെ ഉണ്ടാക്കിയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടാണ് ടി വി കാണണത്. അപ്പോൾ ചോദിച്ചു പറഞ്ഞു, ഞാൻ എൻ്റെ കൂടാരത്തിൽ ഇരുന്നിട്ടാണ് കാണണേന്ന്. അപ്പോൾ അപ്പനോട് വലിയൊരു കൂടാരം ഉണ്ടാക്കി തരാൻ. അപ്പോൾ ഉണ്ടാക്കി തരാനല്ല, ആമസോണിൽ നിന്ന് മേടിച്ചു തരാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ ആമസോണിൽ നിന്ന് മേടിച്ചു കഴിഞ്ഞാലും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാലും സംഭവം കുറച്ച് ദിവസം നിൽക്കുള്ളൂ. ഇവരുടെ കളി കാരണം അത് നാശമായി പോകും. അപ്പോൾ നമ്മൾ പുറത്ത് പോയിട്ട് ഒരു പൈപ്പ് മേടിച്ച്, മറ്റേ വയറിങ്ങിൻ്റെ പൈപ്പ് ഉണ്ടല്ലോ, ഒരു പൈപ്പിന് 20 രൂപ വെച്ചിട്ടാണ് വരാണത്. അത് വെച്ചിട്ട് അപ്പനും മോനും കൂടി ഒരു കൂടാരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അതാകുമ്പോൾ അവനും ഒരു സന്തോഷം, നമുക്കൊരു സന്തോഷം, ഒരു എൻഗേജ്മെൻ്റ് ആവുകയും ചെയ്യും. അപ്പം അങ്ങനെ നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങി. വലിയൊരു സെറ്റപ്പിലാണ് ഉണ്ടാക്കി തുടങ്ങിയത്. അപ്പോഴാണ് അബ്ദം മനസ്സിലായത്, ഇത് ക്വാളിറ്റി ഇല്ലാത്ത പൈപ്പ് ആയതുകൊണ്ടും കനലില്ലാത്ത പൈപ്പ് ആയതുകൊണ്ടും ഇത്ര വലിയൊരു സ്ട്രക്ചറിൽ ഇത് നിൽക്കില്ല, ബലം ഇല്ലാത്തതുകൊണ്ട് നിൽക്കില്ല. ഇത് എപ്പോഴും വീഴും. ഒരു സൈഡിൽ നിന്ന് ഉണ്ടാക്കും, അടുത്ത സൈഡ് വീഴും, ഒരു സൈഡിൽ നിന്ന് ഉണ്ടാക്കും, അടുത്ത സൈഡ് വീഴും. ഏറ്റവും അവസാനം സെല്ലോ ടൈപ്പ് ചുറ്റി വെച്ച് ഒരുവിധം സെറ്റപ്പ് ആക്കി എടുത്തു.
അപ്പോൾ പിള്ളേർക്ക്, നിങ്ങളുടെ പിള്ളേർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ടോ? അപ്പം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് പിള്ളേർക്ക് കളിപ്പാട്ടം മേടിച്ചു കൊടുത്തിട്ട് ഷോക്കേസിൽ വെക്കുന്ന ഒരു ഇടപാട്. കാരണം അത് കേടാവെന്ന് പറഞ്ഞിട്ട് പിള്ളേർക്ക് കളിക്കാൻ കൊടുക്കില്ല. ശരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ പിള്ളേർ കേടാക്കി കളിച്ച് വളരണം തന്നെയാണ്. കേടാക്കെന്ന് പറഞ്ഞാൽ നശിപ്പിച്ച് കളയാന്നല്ല, അവർക്കൊരു ക്യൂരിയോസിറ്റി കാണുമല്ലോ അതെന്താണെന്ന് അറിയാനുള്ളത്. അപ്പോൾ അവർ അവരുടേതായ രീതിയിൽ ചെറിയ ചെറിയ കണ്ടുപിടുത്തങ്ങളൊക്കെ അതുവഴി നടത്തും. അപ്പോൾ അതൊന്നും നുള്ളരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഓണത്തിൻ്റെ ഇടയ്ക്ക് പുട്ട് കച്ചവടം എന്ന് പറഞ്ഞ പോലെ, അപ്പോൾ ഈ ഒരു ലെങ്ത് വരെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഇഷ്ടമായിട്ട് കാണുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ ഈ തരുന്ന സബ്സ്ക്രൈബും ലൈക്കൊക്കെയാണ് എന്നെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നതും. കാരണം ആദ്യം ഇവൻ്റെ ആക്ടിവിറ്റീസും വീട്ടിലെ ചെടികളും ഡോക്യുമെൻ്റ് ചെയ്യാം എന്നുള്ളൊരു രീതിയിൽ. കാരണം യൂട്യൂബിൻ്റെ അകത്ത് ഫ്രീ സ്റ്റോറേജ് ആലോ, ഗൂഗിൾ ഇടയ്ക്കിടയ്ക്ക് കാശ് വയ്ക്കാൻ, മറ്റേ ഗൂഗിൾ ഡ്രൈവിൻ്റെ കാശ് വയ്ക്കണ പോലെ യൂട്യൂബ് കാശ് ചോദിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഡോക്യുമെൻ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ വീഡിയോസ് ഇട്ട് തുടങ്ങിയതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ഒരു സന്തോഷം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടിയും രേഖപ്പെടുത്തി കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ ക്വാളിറ്റിയിൽ വീഡിയോസ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ അവസാനം നമ്മുടെ കൂടാരം ശരിയായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കൂടാരം വരണത്. അപ്പോൾ ഈ ഒരു ചെറിയൊരു ഇതില്ലേ, ഇതാണ് ഞാൻ ആദ്യം ഒരു എൻട്രൻസ് പോലെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് തോന്നി ഈ എൻട്രൻസ് അപ്പുറത്താക്കിയാലോ ഒന്ന്. കാരണം ആ വലുതിന്ന് ഇതിങ്ങനെ ചെറുതായി വരണത് കാണാൻ നല്ല രസമല്ലേ. അപ്പോൾ ഇതാണ് ഫൈനൽ പ്രൊഡക്റ്റ്. അപ്പോൾ പശ വെച്ചിട്ട് നിൽക്കണില്ല. അപ്പോൾ അത് മറ്റേ പാക്കിംഗ് ടൈപ്പ് എടുത്ത് ചിറ്റി വെച്ചവർക്കാണ്. അപ്പോൾ അതിൻ്റെ മേലെ തുണിയൊക്കെ ഇട്ടിട്ട് ഫൈനൽ പ്രൊഡക്റ്റ് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ തട്ടിക്കൂട്ട് കൂടാരം. നമുക്ക് കൂടാരത്തിൻ്റെ അകത്തേക്ക് പോവാം. ഇതപ്പോൾ ഇതാണ് എൻട്രൻസ് വരുന്നത്. അതും അപ്പം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചക്കനെ ഭയങ്കര സന്തോഷമായി. ചക്കൻ കൂടാരത്തിൻ്റെ അകത്ത് ഉഷാറായിട്ട് നടക്കാണ്. ഇതിൻ്റെ സീലിംഗ് ഒക്കെ നമ്മൾ ഇങ്ങനെയാക്കി 4 സാരി ചുറ്റി കെട്ടി. അതും കൂടാരം എങ്ങനെയുണ്ട്? എങ്ങനെ, നിന്റെ കസാരയുടെ കൂടാരാണോ? നിന്റെ കസാരയുടെ കൂടാരാണോ നിനക്ക് ഇഷ്ടമായിട്ട് ഇതാണോ? അതെ. അപ്പൊ ഇതൊരു തട്ടിക്കൂട്ട് കൂടാരാണ്. അപ്പോൾ ഇവിടൊക്കെ അത്യാവശ്യം നല്ല ഇത്തിരിയും ബലത്തിൽ ഉണ്ടാക്കാണെങ്കിൽ നന്നായിരിക്കും. പക്ഷെ ഇവനെ ഈ 2 മാസം കളിക്കാൻ ഇത് ധാരാളം മതി. ലഞ്ച് കളി കഴിഞ്ഞപ്പോൾ നമ്മുടെ ടെന്റിന്റെ അവസ്ഥ ഇതാണ്. ആകെ പൊളിഞ്ഞു പോയി. അപ്പൊ നമുക്കിതിനെ വീണ്ടും ഒന്ന് രൂപം മാറ്റാം. അപ്പൊ ഇതാണ് നമ്മുടെ നാപ്റ്റോൾ കൂടാരത്തിന്റെ നെക്സ്റ്റ് വേർഷൻ. ഒന്നുമില്ല, ജോയിന്റുകളൊക്കെ എടുത്ത് മാറ്റിയിട്ട് കമ്പോളൊക്കെ അങ്ങോട്ട് നേരെ ഇവിടെ കൂട്ടി അങ്ങോട്ട് കെട്ടി ഇടയ്ക്കൊരു സ്ട്രെങ്ത് കിട്ടാനായിട്ട് കുറച്ച് കമ്പോള് ഇങ്ങനെയും വെച്ച് നമ്മുടെ പാക്കിംഗ് ടൈപ്പ് വെച്ച് ഉറപ്പിച്ച് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന്മേ സാരി ഇട്ടിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത കൂടാരത്തിൻ്റെ ഒരു സെറ്റപ്പ് ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഇത് പിള്ളേർക്കൊരു രസം അത്രയ്ക്കേ ഉള്ളൂ. വലിയ ഈടൊന്നും പ്രതീക്ഷിക്കരുത്. കളി കഴിഞ്ഞാൽ കേടവും. 2 മാസത്തെ ഒരു അവധിക്കാല സെറ്റപ്പ് അത്രേ ഉള്ളൂ. പക്ഷേ കണ്ട, അതിൽ ആദ്യം ഉണ്ടാക്കിയ കൂടാരത്തെക്കാട്ടിലും ആദ്യത്തിന് ഇഷ്ടമായത് ഈ ഒരു കൂടാരാട്ടോ. ആദ്യത്തില് ഭയങ്കര ചൂടായിരുന്നു. ഇതിലും ചൂടിനൊന്നും കുറവില്ല. പക്ഷെ ആൾക്ക് ഈ ഒരു ഷേപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പൊ ആൾ ഉറങ്ങി കിടക്കുമ്പോൾ ആണ് ഈ കൂടാരം ഇതേപോലെ ഷേപ്പാക്കി മാറ്റിയത്. അപ്പൊ ആളുടെ ഉറക്കമൊക്കെ കഴിഞ്ഞ ആളത് കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തെങ്കിലും റെക്കോർഡ് ചെയ്യാൻ മറന്നതുകൊണ്ട് അതൊന്നും റെക്കോർഡായില്ല. അപ്പോൾ നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.